Hello everyone, welcome to Pram's Kitchen. ഞാനിന്ന് ചെയ്യാൻ പോണത് ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെ കൂടെ പറ്റിയ കോമ്പിനേഷനാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഇതെങ്ങനെയാണ് ചെയ്യാമെന്നും കാണാം. 3 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും. ഇത് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തതാണ് ഇത്. ഒരു വലിയ സൈസ് സവാള ചെറുതായി അരിഞ്ഞത് വേണം. 3 പച്ചമുളക് വേണം. പിന്നെ 1/2 കപ്പ് ഫ്രോസൺ വെജിറ്റബിൾസും എടുത്തു വെച്ചിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് വേണം. കോക്കനട്ട് മിൽക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കോക്കനട്ട് ക്രീമാണ് ഇന്ന് യൂസ് ചെയ്യണത്. 100 ml ക്രീം 200 ml വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. വേറെ ഒന്നാം പാല്, അതായത് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഞാൻ വേറെ ചേർക്കണില്ല. 6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. 5 ഏലക്ക, വലിയൊരു കഷ്ണം പട്ട, കുറച്ച് കാഷ്യൂ നട്ട്സും റേസിൻസും, 1 ടീസ്പൂൺ ഗരം മസാല വേണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള അനിയൻസും ഗ്രീൻ ചില്ലീസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അണിയൻസിൻ്റെ കളറ് സാധാരണ മാതിരി നമുക്ക് ലൈറ്റ് ബ്രൗണോ ഗോൾഡൻ ബ്രൗണോ ഒന്നും ആയി കിട്ടേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്സും പൊട്ടാറ്റോവും ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോസും ക്യാരറ്റ്സും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്രോസൺ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രോസൺ വെജിറ്റബിൾസ് ഓപ്ഷണലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ എക്സസ് ആയിട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു എന്ന് മാത്രം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ടർ, പീസ് അതായത് സെപ്പറേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് തിൻ കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം കോക്കനട്ട് മിൽക്കിൽ കിടന്ന് കുക്കാവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടച്ചു വയ്ക്കുകയാണ്. 10 മിനിറ്റോളം ഞാൻ ഇപ്പോൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കി. വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗരം മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. എന്നാലേ നമുക്ക് വാങ്ങി വെക്കുമ്പോൾ അതൊരു കുറുകിയ പരുവത്തിൽ കിട്ടുള്ളൂ. ഏകദേശം 5-6 മിനിറ്റും കൂടി ഞാനിങ്ങനെ തിളപ്പിച്ചു. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. കുറച്ച് റേസിൻസും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് വെജിറ്റബിൾ സ്റ്റൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ നോൺ വെജ് വേർഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചിക്കനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സവാള വഴറ്റണ സമയത്ത് വേവിച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടും ഈ സ്റ്റൂ ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റൂ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിച്ചത്, ബ്രെഡിൻ്റെ കൂടെ. എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടമായി. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കണു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.